ചതിക്കുഴിയാകുന്ന ഓൺലൈൻ ലോട്ടറി വ്യാപനത്തിന് വഴി തുറന്ന ഗോവയിലെ ബി.ജെ.പി. സർക്കാർ കേരളത്തിൽ ഉൾപ്പെടെ ഓൺലൈൻ ലോട്ടറി വിൽക്കാനാണ് നീക്കം. കേരളത്തിൽ വിൽപ്പന നിരോധിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ ലോട്ടറി നിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം കത്തയച്ചത്. സമഗ്ര വിവരങ്ങൾ സന്തോഷ് നൽകും. ആ റിപ്പോർട്ടിലേക്ക്. ഗ്രേറ്റ് ഗോവ ഗെയിംസ് എന്ന പേരിൽ സ്വകാര്യ കമ്പനികളുമായി ചേർന്നാണ് ഗോവ സർക്കാർ ഓൺലൈൻ ലോട്ടറി പുറത്തിറക്കുന്നത്. ഈ ലോട്ടറി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ ലോട്ടറി വിൽക്കാനാണ് ഗോവ സർക്കാരിൻ്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനവും ഗോവ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ ഓൺലൈൻ ലോട്ടറി നിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടേക്ക് ഓൺലൈൻ ലോട്ടറി വിൽക്കാനുള്ള ഗോവയുടെ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കത്തയക്കുകയും ചെയ്തു. നേരത്തെ ഓൺലൈൻ ലോട്ടറികൾക്ക് കേരളത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയും പിന്നീട് സുപ്രീം കോടതിയിൽ നടന്ന വലിയ നിയമ പോരാട്ടത്തിന് ശേഷം വൻകിട ഈ ലോട്ടറി മാഫിയകളുമായി നടന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ പേപ്പർ ലോട്ടറിയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിൽ ഈ ഓൺലൈൻ ലോട്ടറികൾ നിരോധിക്കാനുണ്ടായ പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വ്യാജ മാഫിയയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വലിയ ചതിക്കുഴികളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓൺലൈൻ ലോട്ടറി നിരോധിത സംസ്ഥാനമായി കേരളം മാറിയത്. എന്നാൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും കേരളത്തിലേക്ക് ഈ ഓൺലൈൻ ലോട്ടറി വിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഗോവ സർക്കാർ നടത്തുന്നത്. ഇക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എതിർപ്പ് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. ഈ ലോട്ടറിയുടെ വിൽപ്പന നിരോധിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഓൺലൈൻ ലോട്ടറി കേരളത്തിൽ വിൽക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ശക്തമായ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വകാര്യ കമ്പനികൾക്ക് ഈ ഓൺലൈൻ ലോട്ടറി മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരമൊരുക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചതിക്കുഴികളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഗോവയെ പിൻപറ്റിക്കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള ഓൺലൈൻ ലോട്ടറികൾ ഉണ്ടാകും. അത് വലിയ സാമൂഹ്യ വിപത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരു സംഭവമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ശക്തമായിട്ടുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്. ഇപ്പോൾ ഗോവ പുറത്തിറക്കിയിരിക്കുന്ന ലോട്ടറി എല്ലാ ദിവസവും നറുക്കെടുപ്പുള്ളതും അതോടൊപ്പം തന്നെ 51 കോടി രൂപ ബമ്പർ നറുക്കെടുപ്പുള്ള ഒരു ലോട്ടറിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും വിൽക്കാനുള്ള നീക്കമാണ് ഗോവ സർക്കാർ നടത്തുന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ഈ ലോട്ടറി മാഫിയയുമായി ബന്ധപ്പെട്ട വലിയ കമ്പനികൾക്ക് അതോടൊപ്പം തന്നെ ഈ മാഫിയകൾക്ക് ബി.ജെ.പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അത്തരത്തിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു നയം കൂടിയുണ്ടോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന സ്ഥാപനം ഈ ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സംഭാവന നൽകിയതിൻ്റെ വാർത്തകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി വീണ്ടും ചർച്ചയാകുകയാണ്. ഏതായാലും കേരളം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഈ ലോട്ടറി വിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം ആണ് കേരളം നിലപാട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ഇതുവരെ ഈ കത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കൊടി കേന്ദ്രം കാട്ടുകയാണെങ്കിൽ, ഗോവയ്ക്ക് പച്ചക്കൊടി കാട്ടുകയാണെങ്കിൽ മറ്റ് ശക്തമായിട്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് കൂടി സംസ്ഥാന സർക്കാരിന് കടക്കേണ്ടതായി വരും. ലോട്ടറി മാഫിയെ സഹായിക്കുന്ന നിലപാടാണ് നിലവിൽ ബി.ജെ.പി. സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ് കേരളം. വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്.